വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടത്തുന്ന നിയമനങ്ങൾ പലതും പാളിപ്പോകുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴിതാ ദേവസ്വം ബോർഡ് പ്ലീഡറായി നിയമിതൻ ആയിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപ് രാജിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. നിയമനം വിവാദമായതോടെ ആണ് ഈ നടപടി എന്നതാണ്. അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിനെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് നിയമിച്ചത് എന്നായിരുന്നു ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കെ മുരളീധരന്റെ വിശദീകരണം. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറുടെ നിയമനം വിവാദം ആയതോടെയാണ് ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കാദ്യം മുരളീധരന്റെ പ്രതികരണം കേൾക്കാം. അദ്ദേഹത്തിന് വെക്കാൻ കാരണം അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് ഈ സാധാരണ രീതിയിൽ കേസ് നന്നായി വാദിക്കും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം വെച്ച് കാണുക. അതങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജി ആവശ്യപ്പെട്ടു. കാരണം ഇത് വിവാദമായപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. എനിക്ക് തന്നെ ഇന്നലെ ഒരുപാട് ഫോൺ കോൾ വന്നു. ഈ സർക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നുള്ള പ്രതീക്ഷയുണ്ട്, പക്ഷേ ഈ വക്കീലിനെ വെച്ചത് ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്നു എന്നുള്ള വ്യാപകമായ ഭക്തജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. നിയമനം ക്യാബിനറ്റ് നടത്തുമ്പോൾ മുഖ്യമന്ത്രി മാത്രമല്ല, ക്യാബിനറ്റിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അതൊരു സംശയത്തിന്റെ നിഴൽ ഈ പ്രശ്നം നിൽക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അല്ല, ഭക്തജനങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ദേവസ്വം മന്ത്രിയെ വെട്ടിലാക്കുന്ന പ്രതികരണമാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം മന്ത്രിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മന്ത്രിയും മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. അത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അത് വിശദീകരിച്ചിട്ടുണ്ട്. അവർ കാര്യമായിട്ട് ആ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ടത്. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു പക്വതക്കുറവ് പോലെ ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിശോധിക്കുന്നുണ്ട്. ഇല്ല, പാർട്ടി തലത്തിൽ അത്തരം കാര്യങ്ങളൊന്നും, ഗവൺമെന്റ് തല കാര്യങ്ങളൊന്നും ഗവൺമെന്റ് തലത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെയാണ് സംസ്ഥാന സർക്കാർ ദേവസ്വത്തിന്റെ അഭിഭാഷകനായിട്ട് നിശ്ചയിക്കുന്നത്. അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, പരിശോധിക്കും. തുടർച്ചയായി ആദ്യം താങ്കളുടെ സ്റ്റാഫിന്റെ നിയമനത്തിൽ പിന്നെ രാജി വാങ്ങിക്കേണ്ടി വന്നു. ഇപ്പോൾ പ്ലീഡറിന്റെ കാര്യത്തിൽ രാജി വാങ്ങിക്കേണ്ടതല്ല, രാജിഭക്തിയായിരുന്നു. എങ്ങനെയാലും ചോദിച്ചാലും പറഞ്ഞാലും മൊത്തം തീരുമാനത്തിൽ ഒരു ഷാർപ്പ്നെസ്. അല്ല, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നു. ആരംഭമല്ലേ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും കാലം പ്രതിപക്ഷം ആയിരുന്ന സമയത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണ്ണപ്പാളി കേസിലൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നതാണ് കോൺഗ്രസ്. പക്ഷേ അങ്ങനെ ഒരു കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അത് പാർട്ടിക്ക് തന്നെ അതെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. അത് ദേവസ്വം മന്ത്രിയാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് അദ്ദേഹമായിട്ട് ആലോചിക്കാൻ നമുക്ക്. യെസ്, സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള നിയമനങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ വി അരുണാണ് ചേരുന്നത്. അരുൺ, അവിടെ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അവിടെയാണ് പ്രതിഭാഗത്ത് നിൽക്കുന്ന ഒരു കക്ഷിയുടെ അഭിഭാഷകൻ സർക്കാരിൻ്റെ ഭാഗമായി മാറുന്നത് എന്നതാണ് അത് വലിയ വിമർശനമാകുന്നു. അതിനു മുമ്പ് ബന്ധു നിയമനങ്ങളെ അതിശക്തമായി എതിർത്ത UDF, കോൺഗ്രസ് ബന്ധു നിയമനം നടത്തുന്നു. അങ്ങനെ നിയമനങ്ങളിൽ സർക്കാരിന് പാളുകയാണോ അരുൺ? എന്ന് വേണം കരുതാൻ. വലിയ വിമർശനമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു, ഒരു വിവാദമായി മാറിയിരുന്നു. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കിയാണ് UDF ഭരണത്തിലേക്ക് എത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. ആ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അവരുടെ അഭിഭാഷകനെ എങ്ങനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായി വെച്ചു എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. വിചിത്രമായ മറുപടിയാണ് ഇന്നലെ ഈ വിഷയത്തിൽ ദേവസ്വം മന്ത്രി കൂടിയായ കെ മുരളീധരൻ നൽകിയത്. എതിർ ഭാഗത്തുള്ള ഒരാൾ നമ്മുടെ പക്ഷത്തേക്ക് വരുമ്പോൾ അത് ബലം നൽകില്ലേ കേസിലെന്ന ചോദ്യം
വിചിത്രവാദം അദ്ദേഹം മുന്നോട്ട് വച്ചു. മാത്രമല്ല മുഖ്യമന്ത്രി വി.ഡി. സതീശന് മേൽ പഴിചാരാനും മുരളീധരൻ അവിടെ ശ്രമിച്ചു. അതായത് മുഖ്യമന്ത്രിയാണ് നിയമനം നടത്തിയതെന്ന്. ഏതായാലും മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇപ്പോൾ പ്രദീപ് രാജിവെച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം നിയമനങ്ങൾ തുടർച്ചയായി തെറ്റിപ്പോകുന്നു? സണ്ണി ജോസഫിന്റെ അളിയനെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്നു. അത് പിന്നീട് വിവാദമാകുമ്പോൾ രാജിവെക്കേണ്ടി വരുന്നു. അവിടെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് രാജി ആവശ്യപ്പെട്ടത്. MGVC ആയി നിയമിച്ചത് RSS പശ്ചാത്തലമുള്ള ഒരാളെയാണ് എന്ന വിമർശനം ശക്തമാണ്. ഒരു ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ ഗവർണറുടെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങുകയായിരുന്നു വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിച്ചത്. അതിൽ നേരത്തെ സർക്കാർ നിയമനം നടത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ ചെയ്യേണ്ടി വന്നതെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയത്. അതിൽ തുടർ പരിശോധനകൾ സർക്കാർ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ പല നിയമനങ്ങളിലും സർക്കാരിന് തുടക്കത്തിൽ തന്നെ പിഴയ്ക്കുന്നുവെന്ന് വേണം കരുതാൻ. അത് വിവാദമായി മാറുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിസഭയിൽ തന്നെ ഭിന്ന തരത്തിലാണ് ഇന്നലെ മുരളീധരൻ്റെയും നിലപാടിനെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്. ഏതായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളിൽ സർക്കാർ പ്രതിസന്ധിയിലാവുകയാണ്, പ്രതിരോധത്തിലാവുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിയമനവും അതേപോലെ തന്നെ വിവാദമായി മാറിയിട്ടുണ്ട്. അഭിലാഷ്. യെസ്, എന്തായാലും അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതൊന്ന് ഈ ഉദ്യോഗസ്ഥ തലത്തിലടക്കമുള്ള ചില മാറ്റങ്ങൾ. അതായത് നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊക്കെ പുറത്ത് നിർത്തിയവർ അകത്തേക്ക് വന്നിട്ടുണ്ട്, അവർക്ക് പ്രധാനപ്പെട്ട ചുമതല നൽകിയിട്ടുണ്ട്. അപ്പോഴും മറ്റ് ചില പദവികൾ വഹിക്കുന്നവരിലടക്കം അങ്ങനെയുള്ള ഒരു അതിർത്തിയുണ്ട്. അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വാർത്ത റീനയുടേതാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് പൊതുവിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അതൃപ്തി, പ്രത്യേകിച്ച് ഒരു 2ാം നിരയിലോ അല്ലെങ്കിൽ 3ാം നിരയിലോ പെട്ട ഉദ്യോഗസ്ഥർക്കിടയിലും അതൃപ്തി ഉണ്ടാകുന്നുണ്ടോ? പൊതുവിലെ ഈ നിയമനങ്ങളും അത് രാഷ്ട്രീയ നിയമനങ്ങൾക്ക് പുറമെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിയമനങ്ങളും നിയമന മാറ്റങ്ങളും കൂടി സർക്കാരിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ അരുൺ? തീർച്ചയായിട്ടും സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, ഭരണത്തിലെത്തിയപ്പോൾ തന്നെ, അതായത് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ പോലീസിലും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിലുമൊക്കെ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ ചർച്ചയും വിവാദവുമായിട്ടുണ്ട്. നിയമസഭയിലടക്കം ഉയർന്നു വന്ന വിഷയമാണ്. ഇതിൽ പലതിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടപെടുകയും ആ നിയമനങ്ങൾ മരവിപ്പിക്കുകയും ചെയ്ത സംഭവമുണ്ട്. ഇന്നലെ സെക്രട്ടേറിയറ്റിലും സെക്ഷൻ ഓഫീസർമാർ വരെയുള്ളവരുടെ സ്ഥലമാറ്റമുണ്ടായി. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ, പൊതുഭരണ വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി വാങ്ങിച്ചു. അതിനുശേഷം വളരെ ശ്രദ്ധേയമായ നീക്കങ്ങൾ നടന്നു. അർദ്ധരാത്രി 12-ഓടുകൂടി മറ്റൊരു ഉത്തരവിറക്കി. ഈ ഉദ്യോഗസ്ഥനെ അനുകൂല വിധി വന്ന സ്ഥലത്ത് അവിടെ ഒഴിവില്ല എന്ന് കാണിക്കാൻ അവധിയിൽ പോയ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവിനെ അവിടെ നിയമിച്ചുവെന്ന വിവാദവും ഈ ഘട്ടത്തിൽ ഇതിനോടൊപ്പം പറഞ്ഞു പോകേണ്ടതാണ്. അതായത് ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രം നോക്കി സ്ഥലം മാറ്റുന്നു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഇടപെട്ടപ്പോൾ അർദ്ധരാത്രി ഉത്തരവിറക്കി അവിടെ മറ്റൊരാളെ നിയമിച്ചിട്ട് ഇവിടെ അങ്ങനെ ഒഴിവില്ലാത്തത് കൊണ്ടാണ് ഇയാളെ മാറ്റേണ്ടി വന്നതെന്ന ഒരു വിശദീകരണം നൽകാനുള്ള നീക്കം നടന്നിരിക്കുന്നു. അങ്ങനെ പല തലങ്ങളിലും അത്തരം നിയമനങ്ങൾ നടക്കുകയാണ്. 10 വർഷം അധികാരത്തിന് പുറത്തിരുന്ന മുന്നണിയാണ്. സ്വാഭാവികമായും ഇടതു സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനെ രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പകരം ചെയ്യുകയാണ് UDF സർക്കാർ. അത് പലപ്പോഴും നിയമക്കുരുക്കിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഭരണാനുകൂല സംഘടന ആൾക്കാർ മാത്രം മതി പ്രധാന പദവികളെന്ന ഒരു നിശ്ചയദാർഢ്യത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതാണ് പലയിടങ്ങളിലും കോടതികളുടെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെയും ഒക്കെ ഇടപെടലിന് കൂടി കാരണമായി മാറുന്നത്. തീർച്ചയായും ഇതാണ് അരുൺ സൂചിപ്പിക്കുന്ന പോലെ വലിയ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.